വന്നിരിക്കുന്നത് ഒരു വായിൽ വെള്ളമൂറുന്ന റെസിപ്പിയുമായിട്ടാണ്. നെല്ലിക്ക, പിന്നെ പൈനാപ്പിൾ, ക്യാരറ്റ്, മാങ്ങ ഇവയെല്ലാം എങ്ങനെയാണ് അടിപൊളിയായി ഉപ്പിലിടുന്നത് എന്ന് നോക്കാം. നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മാങ്ങ, ഒരു ക്യാരറ്റ്, പിന്നെ 1/4 കിലോ നെല്ലിക്ക, കുറച്ച് പച്ചമുളക്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൈനാപ്പിളൊക്കെ നല്ല മധുരമുള്ളതായിരിക്കണം, എന്നാലേ ഉപ്പിലിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മാങ്ങയും ആ മൂപ്പ് തുടങ്ങുന്ന സമയത്തുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കുറച്ച് മധുരമുള്ളത്. പിന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ ചെറിയൊരു മധുരമുള്ള ക്യാരറ്റ്. പൈനാപ്പിൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ലൈസാക്കി എടുക്കാം. അധികം കനം കൂടി പോവരുതെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാങ്ങയും ക്യാരറ്റും എല്ലാം അതേപോലെ തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ഇടാം, ഞാൻ ഇവിടെ കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ വേണ്ടത് 2 കപ്പ് വെള്ളമാണ്, പിന്നെ ഒരു 1/2 കപ്പ് വിനെഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നെല്ലിക്ക നമുക്കൊന്ന് ഒരു കത്തിയെടുത്ത് അതിന് സൈഡിൽ കുറച്ച് വര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നല്ലോണം പിടിച്ചോളും, അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു സ്റ്റീമറിൽ വെച്ച് അത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് സ്റ്റീം വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി അടുപ്പിൽ വെച്ചാൽ മതി, അപ്പോഴേക്കും അത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് വെള്ളവും വിനെഗറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നെല്ലിക്ക വേവുന്ന സമയത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും അതിന്റെ സെപ്പറേറ്റ് ജാറിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ ജാർ എടുക്കാം. ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നടുവേ പിളർന്നതാണ്. ഇവിടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇവിടെ എരിവ് കുറച്ചേ വേണ്ടൂ. അതുകൊണ്ട് ഞാൻ ഓരോന്നിലും 2 പച്ചമുളക് വീതമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളക് കുറച്ചധികം ഇടാം. നമ്മുടെ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക വേറൊരു ജാറിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെള്ളവും സുർക്കയും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോന്നിലും ഫില്ലാക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പൈനാപ്പിൾ, ക്യാരറ്റും ഒക്കെ നമുക്ക് ഒരു 2-3 മണിക്കൂറിന് ശേഷം കഴിക്കാൻ തുടങ്ങാം. കാരണം അതിൽ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നെല്ലിക്കയും മാങ്ങയൊക്കെ ഒന്ന് പിറ്റേന്ന് കഴിച്ചാൽ മതി, കാരണം അപ്പോഴൊക്കെ അത് നല്ല ഉപ്പൊക്കെ പിടിച്ച് റെഡി ആവുള്ളൂ. ഇവിടെ ഞാൻ എല്ലാം ഒരു നോർമൽ കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സുർക്കയൊക്കെ കുറച്ച് അധികം ഒഴിക്കാം പുളിപ്പിനനുസരിച്ച്. പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.